പേപ്പറിലെയും പ്ലാസ്റ്റിക്കിലെയും ഒക്കെ ഉണ്ടെങ്കിലും മലയാളികൾക്ക് ഓണത്തിന് നല്ല വാഴയിലയിൽ തന്നെ ഓണസദ്യ ഉണ്ണണം. ഇത്തവണ ആ ഇല ഏറ്റവും കൂടുതൽ വിറ്റ ഒരു കർഷകനുണ്ട് കോട്ടയത്ത്. ഇടമറുക് ഈറ്റക്കൽ ഫാം ഉടമ പ്രമോദിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. ഇതാണ് പ്രമോദ്. മികച്ച ഒരു കർഷകനാണ്. വാഴകൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനിടയിലാണ് വാഴയിലയെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഓണത്തിന് മലയാളികൾക്ക് എന്തായാലും ഇല ആവശ്യമാണെന്നറിയാവുന്ന പ്രമോദ് പിന്നെ ഒന്നും നോക്കിയില്ല, അതിലേക്ക് തന്നെ തിരിഞ്ഞു. സ്വന്തമായി കൃഷി ചെയ്യുന്നത് തികയാതെ വന്നതോടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോയി ഇല കൊണ്ടുവന്നു. ഇത്തവണ മധ്യകേരളത്തിൽ വിതരണം ചെയ്ത ഇലകളിൽ ഭൂരിഭാഗവും പ്രമോദിന്റെ കൈകളിലൂടെ കടന്നു വന്നതാണ്. ചിങ്ങമാസത്തിൽ ഇഷ്ടം പോലെ മുഹൂർത്തം വരുന്നു. കാരണം ഇപ്പോൾ ഒരു കസ്റ്റമർ 500 ഇലയാ ചോദിക്കുന്നെങ്കിൽ, സാധാരണ രീതി ചോദിക്കുന്നെങ്കിൽ ഓണമാസമായി കഴിയുമ്പോൾ അത് 5000 ഇലയിലോട്ട് മാറുവാണ്. അതുപോലെ മുഹൂർത്തങ്ങൾ വരുന്ന കാരണമാണ് ഓണസമയത്ത് ഇത്രയും ഇലയ്ക്ക് ഡിമാൻഡ് വരുന്നത്. പ്ലസ് അതുകൂടാതെ ക്ലബ്ബുകൾ, കോളേജുകൾ, സ്കൂളുകൾ അവർ ഓണസദ്യക്ക് വേണ്ടിയിട്ടും അവർ നമ്മൾ വിളിക്കുന്നുണ്ട്. വാഴയില തിരഞ്ഞെടുക്കുന്നതിലുമുണ്ട് പ്രത്യേകതകൾ. എല്ലാ വാഴയിലയും സദ്യക്ക് ഉപയോഗിക്കാറില്ല. ഞാലിപ്പൂവൻ വാഴയിലകളാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. നല്ലൊരു വരുമാന മാർഗമായതുകൊണ്ട് തന്നെ നാട്ടിലും വാഴയില കൃഷി പ്രോത്സാഹിപ്പിക്കാൻ പ്രമോദ് ശ്രമിക്കുന്നുണ്ട്. ഒത്തിരി പേരെ ഞാനിപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലാഭം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒത്തിരി ചെറുപ്പക്കാർ തൊഴിലില്ലാതെ ഇരിപ്പുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരെപ്പോലുള്ള ഒരു രംഗത്ത് ഇറങ്ങി വരുവാണ്. അവരുടെ തോട്ടങ്ങളിൽ നിന്ന് 3 രൂപയ്ക്ക് ഞങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്, 4 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. 500 ഇല വെട്ട് 315 1500 രൂപ അവന് ഒരു 10 മണിയാകുമ്പോൾ അവന് കിട്ടും. ഞാൻ കൂടുതലായിട്ട് ഇപ്പം കൊടുക്കുന്നത് ഇരിക്കുന്ന ഫാംസിന് വേണ്ടിയിട്ടാണ്, പ്രമോദിന് വേണ്ടിയിട്ടാണ് എൻ്റെ ഇലയെല്ലാം വിപണനം ചെയ്യുന്നത്. ചെറുപ്പക്കാരായ ആൾക്കാർക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ പറ്റിയ ഒരു സംരംഭമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓണക്കാലത്ത് മാത്രമല്ല, കല്യാണമടക്കമുള്ള മറ്റാവശ്യങ്ങൾക്കും നല്ല ഇനം വാഴയിലകൾ പ്രമോദ് എത്തിച്ചു നൽകാറുണ്ട്. നല്ല തൂശനിലയിൽ കറികൾ വിളമ്പി ഓണസദ്യ ഉണ്ണുന്നതിൻ്റെ അന്തസ് അത് മലയാളികൾക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാകൂ. എന്തായാലും പ്ലാസ്റ്റിക് ഇലകളെ പൂർണ്ണമായി ഒഴിവാക്കി പരിസ്ഥിതി സൗഹൃദമാകാൻ കൂടി പ്രമോദ് ഏട്ടൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കോട്ടയത്ത് നിന്ന് പ്രശാന്ത് മണിമണയ്ക്കൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.